കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിനെ കണ്ട് കണ്ണുനീരിട്ട് പോയിട്ടുള്ള മുഴുവൻ മക്കളെയും വിശ്വാസമില്ലാതെയാണ് ആ മക്കൾ ഈ ആലയത്തിലോട്ട് കടന്നു വന്നതെങ്കിലും പരിശുദ്ധമേ ദൈവമാതാവേ, ഞങ്ങളായിരിക്കുന്ന ഈ സമൂഹത്തിൻ്റെ വിശ്വാസം കണക്കിലെടുത്ത് ആ മക്കൾക്ക് വലിയ വിശ്വാസവും ദൈവിക അനുഭവങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം അങ്ങേ മഹത്വപ്പെടുത്തി ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാനുള്ള വലിയ അഭിഷേകം ആ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ തിന്മകളിൽ അകപ്പെട്ട് ജീവിക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭർത്താവുമായിട്ട് അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് അകന്ന് സ്വന്തം ജീവിത പാതകളിലായിരിക്കുന്ന മക്കളെ, അങ്ങനെ കുടുംബത്തിൽ വലിയ വിഷമങ്ങൾ അനുഭവിക്കുന്ന മക്കളെ, ഒപ്പം തന്നെ വലിയ വലിയ ചതികളിൽ അകപ്പെട്ടു പോയിട്ടുള്ള മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യ വിശുദ്ധിയെ തകർക്കുന്ന എല്ലാവിധ തിന്മകൾക്കെതിരെ ഈ ആരാധനയിലൂടെ അവരുടെ ജീവിതത്തിൽ തീരുമാനമുണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളായിരിക്കുന്ന സമൂഹത്തിൽ ഉയർന്നു പോകുന്ന എല്ലാ തിന്മകൾക്കെതിരെയും പരിശുദ്ധമേ ദൈവമാതാവേ, സർപ്പത്തിൻ്റെ തല തകർത്ത ദൈവമാതാവേ, അമ്മ തന്നെ ഈ ആരാധനയുടെ യോഗ്യതയാൽ ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ സർപ്പ സാഹചര്യങ്ങളെയും തകർക്കണമേ എന്ന് ഈ ആരാധനയുടെ യോഗ്യതയാൽ ഞങ്ങൾ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് കൊടുക്കുവാൻ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും ഈ സമയം മരിയൻ ഉടമ്പടിയുടെ നിബന്ധനകളാൽ അത് വിശ്വസ്താപനം പാലിക്കുന്നതിലൂടെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, 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 ആരാധന, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും മുട്ട നിൽക്കുക. കൈകൾ കൂപ്പി വിഷയത്തിനെ നോക്കി രോഗസൗഖ്യവും ജീവിത ദുരിതങ്ങളിൽ നിന്ന് വിടുതലും ആശീർവാദം സ്വീകരിക്കാം. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും പേശികളിലും ഞാടിഞ്ഞരമ്പുകളിലും അസ്ഥിക്കുഴകളിലും ആന്തരിക അവയവങ്ങളിലും ത്വക്ക് രോഗങ്ങളിലും ഉദര രോഗങ്ങളിലും തൈറോയ്ഡ് രോഗങ്ങളിലും ടൈസോയിഡ് ടോൺസൈറ്റ് രോഗങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തം പതിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവദുരിതങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. അങ്ങയുടെ മക്കൾ തീർത്ഥാടനത്തിലും ഓൺലൈനിലും ഈ ആഴ്ചയെ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും
എല്ലാ കണ്ണുനീരിൻ്റെ മേലും, എല്ലാ ജീവിത ദുരിതങ്ങളുടെ മേലും, തടസ്സങ്ങളുടെ മേലും കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കട്ടെ. മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ. എന്നിൽ നിറയണമേ സൗഖ്യം നൽകണമേ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആശീർവാദ സമയത്ത് മൗനമായി പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുക. ശിരസ്സ് നമിച്ച് ദിവികാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും അങ്ങേക്ക് ആരാധന. ആമേൻ ആമേൻ മറിയ എൻ്റെ പേര് സുബി. ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് തത്തമംഗലത്താണ് എൻ്റെ ഇടവക. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 31/7/2025 ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യണം. കാരണം കൃപാസന മാതാവിൽ ഒട്ടും വിശ്വാസം ഇല്ലാതിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. 2023 എൻ്റെ അമ്മ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. അപ്പോൾ അമ്മ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, എപ്പോഴും പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, കൊന്ത ചൊല്ലണം. അപ്പം ഞാൻ അമ്മയോട് പറയും, ഒരാളെ നിർബന്ധിച്ചിട്ടല്ല ഒരു കാര്യം ചെയ്യിപ്പിക്കണ്ടേ, അതെനിക്ക് തോന്നിയിട്ട് ഞാൻ ചെയ്യുമ്പോഴല്ലേ അതിന് കാര്യമുള്ളൂ. അമ്മ കുറേ നിർബന്ധിച്ച് ഞാൻ ചെയ്യുമ്പം ഞാൻ എന്തിനോ അമ്മയുടെ പേടിച്ചിട്ട് ചെയ്യുന്ന പോലെ ആവും. ഒരാളെ വിശ്വാസത്തിൽ എത്തിക്കണമെങ്കിൽ ദൈവം അതിനോടൊരു കൃപ കൊടുക്കണം, ഒരാളെ വിശ്വാസത്തിലേക്ക് എത്തിക്കണമെങ്കിൽ. അപ്പം ഞാൻ അമ്മയോട് അത് പറയുമായിരുന്നു. അപ്പം ഞാൻ നഴ്സിംഗ് 4th ഇയർ പഠിക്കുന്ന സമയത്താണ് അമ്മ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ നഴ്സിംഗിൽ പ്രാക്ടിക്കലിൻ്റെ സമയത്തൊക്കെ എനിക്ക് ഉടമ്പടി പത്രങ്ങൾ രോഗികളായിട്ട് കിടക്കുന്നവരും ബൈസ്റ്റാൻഡേഴ്സ് ആയവരൊക്കെ എനിക്ക് തരുമായിരുന്നു. അപ്പം ഞാനത് സ്വീകരിക്കും, ഞാൻ വായിക്കുകയോ അതിൽ ഒത്തിരി വിശ്വാസം കാണിക്കുകയോ ചെയ്തിരുന്നില്ല. പക്ഷേ എക്സാമിൻ്റെ സമയത്ത് ഭയങ്കര ഭക്തിയാണ്, പ്രത്യേകതരം പ്രാർത്ഥനകളും കാര്യങ്ങളും. പിള്ളേർ അത്രയും നാളും പ്രാർത്ഥിക്കാത്ത പിള്ളേർ റൂമിലെല്ലാവരും ഒന്നിച്ചിരിക്കും, ജപമാല ചൊല്ലും, ഭയങ്കര പ്രാർത്ഥന. അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു റേച്ചൽ എന്ന് പറഞ്ഞ കൊച്ച്, ആ കൊച്ചിൻ്റെ അമ്മ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായി. അപ്പോൾ ആ കൊച്ച് എപ്പോഴും ഞങ്ങൾക്ക് ഉടമ്പടി തേനും ഉപ്പും കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ എക്സാമിൻ്റെ സമയത്തൊക്കെ ആകുമ്പോൾ പേടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായാൽ മതി എന്നുള്ള രീതിയിൽ ഭയങ്കര പ്രാർത്ഥന, ഉടമ്പടി തേനും ഉപ്പുമൊക്കെ കഴിക്കുമായിരുന്നു. അത് വിശ്വാസത്തോടെയല്ല. കൃപാസന മാതാവിനെ ഞാൻ പരിചയപ്പെട്ടിട്ട് പോലുമില്ല, ഞാൻ കണ്ടിട്ട് പോലുമില്ല. മാതാവിൻ്റെ കളറ് ഗ്രേ ആണെന്ന് പോലും എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു. അപ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ചു. മാതാവ് എങ്ങനെയൊക്കെയോ എന്നെ എക്സാം പാസ്സാക്കി. എൻ്റെ കഴിവിലല്ല, പക്ഷെ അത് തിരിച്ചറിയാനുള്ള ബോധം എനിക്ക് ആ സമയത്ത് ഇല്ലായിരുന്നു. പിന്നീട് ഞാൻ നഴ്സിംഗ് കഴിഞ്ഞു, പാസ് ഔട്ടായി. കുറച്ച് മാസങ്ങളോളം വീട്ടിൽ വെറുതെ ഇരുന്നു. അപ്പോൾ പള്ളിയിൽ നിന്ന് അങ്ങനെ ഒരു നിയോഗം പോലെ ബൈബിൾ എഴുതാൻ, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ബൈബിൾ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നിയോഗം ഞാൻ വെച്ചിരുന്നത് എനിക്കൊരു ജോലി വേണം,
എല്ലാവരും പഠിച്ചിറങ്ങി നഴ്സിംഗ് കഴിഞ്ഞ് ഉടനെ ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നഴ്സിംഗ് എടുത്തത്. അപ്പോൾ പഠിച്ചിറങ്ങി കുറച്ച് കാലം കഴിഞ്ഞ് എനിക്കൊരു ജോലി കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ നിയോഗം ബൈബിൾ എഴുത്തിലൂടെ എനിക്ക് ജോലി കിട്ടണം എന്നായിരുന്നു. പക്ഷെ 2 മാസം ബൈബിൾ എഴുതി കഴിഞ്ഞു, ജോലി കിട്ടി. 2 മാസം ഞാൻ ജോലിക്ക് പോയി. അപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ ജർമ്മൻ പഠിക്കണം. അപ്പോൾ ജർമ്മൻ പഠിക്കാൻ വേണ്ടി ഞാൻ മൈസൂർക്ക് പോയി. അജ്നോറ വഴി മൈസൂർ ചെന്നൊരു 8 മാസത്തെ കോഴ്സായിരുന്നു. അപ്പോൾ A1 ഒക്കെ എത്തിയപ്പോൾ എനിക്ക് അറിയാൻ പാടില്ലാത്ത ലാംഗ്വേജ്, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ച് പാസ്സായാൽ മതി. അപ്പോഴും നമ്മുടെയും കഷ്ടപ്പാട് കണ്ടിട്ട് നിൽക്കാൻ വയ്യ. വല്യപ്പച്ചനാണ് പഠനത്തിലൊക്കെ സഹായിക്കണം. അപ്പോൾ വല്യപ്പച്ചൻ്റെ ആഗ്രഹം ഞാൻ ജർമ്മൻ പഠിക്കണം എന്നായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ജർമ്മൻ പഠിക്കാൻ പോയി. ആദ്യത്തെ മാസം A1 എത്തി. A1 A2 B1 B2 ഇത്രയും 4 ഇത് എനിക്ക് കടന്നു കിട്ടണം. A1 ഒക്കെ എത്തിയപ്പോൾ ഭയങ്കര കൊന്തകളിൽ കാര്യങ്ങളൊക്കെ എനിക്ക് എങ്ങനെയെങ്കിലും പാസ്സാവണം എന്നുള്ള രീതിയിൽ. പക്ഷേ A1 A2 B1 ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയി. ഞാൻ ജർമ്മൻ സംസാരിക്കുന്നതിൽ എന്തോ പ്രത്യേകത ഉണ്ടെന്ന് എൻ്റെ പിള്ളേർ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡൻസ്, എനിക്ക് എങ്ങനെ സംസാരിച്ചാലും കിട്ടും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് എനിക്ക് ആ സമയത്തുണ്ടായി. അപ്പോൾ ആ സമയത്തൊക്കെ അമ്മ ഉടമ്പടിയിലാണ്. അപ്പോൾ B1 ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. ഇൻ്റർവ്യൂവിൻ്റെ ആ ദിവസം എനിക്ക് ഭയങ്കര തലവേദന, എനിക്ക് കണ്ണ് തുറക്കാൻ പോലും വയ്യ. ഞാൻ ഇന്നലെ തലേദിവസമൊക്കെ പ്രിപ്പയർ ചെയ്ത സംഭവം പിറ്റേ ദിവസം എനിക്ക് ഓർമ്മയില്ല. ഭയങ്കര സങ്കടത്തിലായിപ്പോയി. എനിക്ക് തലവേദന എടുത്ത് തല പൊക്കാൻ വയ്യ, വെളിച്ചത്തോട്ട് എനിക്ക് നോക്കാൻ വയ്യ. മൈഗ്രെയിനിൻ്റെ പോലെ, എനിക്കിതുവരെ മൈഗ്രെയിൻ വന്നിട്ടില്ല, വന്നവർ പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ എനിക്കൊരു തലവേദന വന്നു. അപ്പോൾ ഞാനൊരു ടാബ്ലറ്റ് കഴിച്ചു. ഞാൻ കിടന്നുറങ്ങി ഞാൻ എഴുന്നേൽക്കുമ്പോൾ കറക്റ്റ് ഇൻ്റർവ്യൂവിന് പോകേണ്ട സമയമാണ്. അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞു ഇൻ്റർവ്യൂവിന് പോവാണ്. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം. അമ്മ കൃപാസന മാതാവിനോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. എൻ്റെ അമ്മ എപ്പോൾ പ്രാർത്ഥിച്ചാലും കണ്ണുനീരാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടി. എന്നാലും എൻ്റെ അഹങ്കാരം ഞാൻ കൃപാസന മാതാവിനെ അറിഞ്ഞിട്ടില്ല ആ സമയത്തും. അപ്പോൾ അമ്മ പ്രാർത്ഥിക്കാൻ പറയുമ്പോഴും ഞാൻ പറയുന്നത് ഒരാളെ എന്തിനാണ് നിർബന്ധിച്ച് പ്രാർത്ഥിപ്പിക്കുന്നത്? എൻ്റെ ഇടവക പള്ളിയിലെ മാതാവാണ്, ഞാൻ കുഞ്ഞിലെ തൊട്ട മാതാവിനോടാണ് സംസാരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ. പ്രാർത്ഥിക്കാൻ എനിക്ക് ജപമാല ചൊല്ലാൻ ഭയങ്കര മടിയാണ്. എന്നാലും ഞാൻ ഈശോയോട് ഡയറക്റ്റ് പ്രാർത്ഥിക്കാൻ നോക്കും. ചില സമയത്തൊക്കെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു പ്രാർത്ഥനയായിരുന്നു. എക്സാമിൻ്റെ സമയത്ത് ഭയങ്കര പ്രാർത്ഥന. അത് കഴിഞ്ഞ് B2 എത്തി. B2വിൻ്റെ OSD എക്സാം എന്ന് പറഞ്ഞൊരു എക്സാമാണ് ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത്. അപ്പം ഞങ്ങളുണ്ടായിരുന്ന മൈസൂരുണ്ടായിരുന്ന സെൻറ്ററും OSD സെൻറ്റർ ആയതുകൊണ്ട് അവർ നിർബന്ധിച്ച് OSD എക്സാം തന്നെ എഴുതണം. അതിന് മുന്നേ 2-3 എക്സാം കഴിഞ്ഞു. 60 പേരിലാകെ 1-2 പേരൊക്കെ പാസ്സായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ട് എഴുതി കഴിഞ്ഞാൽ തോറ്റുപോയി 23, 25, 25,000 രൂപയോളം ഞങ്ങൾക്ക് നഷ്ടമാണ്. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു എനിക്കിത് എഴുതണം എന്നില്ല. അപ്പോൾ സാറ് പറഞ്ഞു ഇല്ല സുബി, നിന്നെക്കൊണ്ട് പറ്റും, നീയേ നല്ലപോലെ സംസാരിക്കുന്നുള്ളൂ, നിന്നെക്കൊണ്ട് പറ്റും. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നെക്കൊണ്ട് പറ്റുമായിരിക്കും, എന്നാൽ എഴുതി നോക്കാം എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് അപ്പോഴും എനിക്കുണ്ടായി. എക്സാമിൻ്റെ ദിവസമായി, ഞാൻ ഒന്നും പഠിച്ചിട്ടുണ്ടായില്ല. ഞാൻ അപ്പോഴും കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കില്ല. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ കൂടെ ഒരു ഷീന എന്ന് പറഞ്ഞ കൊച്ചിനായിരുന്നു. പുള്ളിക്കാരി ഉടമ്പടി എടുത്തിട്ടുണ്ട്, എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വെളിച്ചത്തിൽ ഞാൻ ഉപ്പ് കയ്യിൽ കൊണ്ടുപോയി. പക്ഷേ എക്സാം ഹാളിൽ ഇടാനൊക്കെ എനിക്ക് മടിയായിരുന്നു. കാരണം ഞാൻ കൃപാസന മാതാവിൽ അത്ര വിശ്വാസമുള്ള ആളല്ല. അപ്പം ഞാൻ ഉപ്പിട്ട് ഒന്നും പ്രാർത്ഥിച്ചില്ല. ഉപ്പെൻ്റെ കയ്യിലുണ്ട്, ഞാനത് വായയിൽ രാവിലെ കഴിച്ചിട്ടാണ് എക്സാം ഹാളിലേക്ക് പോയത്. അപ്പം 14, 15 എനിക്ക് എക്സാം. ആ എക്സാമിന് നടക്കുന്ന ഒരു സംഭവം ഉണ്ടായി. എനിക്ക് പാസ്പോർട്ട് വേണമെന്ന് എക്സാമിന് കൊണ്ടുപോകുമ്പോൾ പാസ്പോർട്ട് വേണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ പാസ്പോർട്ട് വീട്ടിലിരിക്കുകയാണ്, ഞാനിരിക്കുന്നത് മൈസൂരാണ് എൻ്റെ എക്സാം നടക്കണേ. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു എനിക്കിതുപോലെ പാസ്പോർട്ട് ഇല്ല, വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് വെച്ച് എഴുതാൻ പറ്റുമോ? അപ്പോൾ അവർ പറഞ്ഞു ആധാർ കാർഡ് വെച്ച് എഴുതാൻ പറ്റുമായിരിക്കും, പക്ഷെ അത് ഉറപ്പില്ല, നമുക്കത് ചോദിക്കണം, എക്സാമിനേറ്റേഴ്സിനോട് ചോദിക്കണം. അപ്പം പെട്ടെന്ന് ഈ സാറ് വേറൊരു എൻ്റെ കൂടെ പഠിക്കുന്ന മറിയം എന്ന് പറഞ്ഞ കൊച്ചിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറിയം പെട്ടെന്ന് പറഞ്ഞു നിൻ്റെ കൂടെ നാട്ടിലുള്ളൊരു ചേച്ചി ശില്പ, ചേച്ചി നാട്ടിലുണ്ട്, ചേച്ചി നാളെ ഇങ്ങോട്ട് വരാനിരിക്കുകയാണ്. അപ്പോൾ അപ്പയോടെ പാസ്പോർട്ട് പുള്ളിക്കാരുടെ കയ്യിൽ കൊടുത്തയച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ശില്പ ചേച്ചിനെ വിളിച്ചു. ശില്പ ചേച്ചി പറഞ്ഞു ഞാൻ കൊണ്ടുവരാൻ കുഴപ്പമില്ല. അപ്പം അമ്മ എന്നോട് പറയുന്നുണ്ട് മാതാവാണ് ഇതിലകത്ത് നിന്നത്, മാതാവാണ് പാസ്പോർട്ട്, അല്ലെങ്കിൽ അത്രയും സമയം ആ സാറിനറിയില്ല എൻ്റെ വീട് പാലക്കാടാണ്. എൻ്റെ കൂടെ പഠിക്കുന്ന ചേച്ചി ശില്പ, ആ ചേച്ചിയുടെ വീടും പാലക്കാടാണ്, ഒരേ ടൗണാണ്, ഒരേ സിറ്റിയാണ്, അടുത്തടുത്താണ്. ഇതൊന്നും ആ സാറിനറിയില്ല. ആ സാർ എങ്ങനെ അത് അറിഞ്ഞു ആ ചേച്ചി അവിടെ ഉണ്ടായി, ഇതൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ അമ്മ പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല കൃപാസന മാതാവാണ് അതൊക്കെ ചെയ്തതെന്ന്. അപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ ആയിരിക്കില്ല, എന്നാലും എനിക്കൊരു വിശ്വസിക്കാനൊരു മടി, ഇത്ര നാൾ വിശ്വസിച്ചിട്ടുണ്ടായില്ലല്ലോ, അതുകൊണ്ട് വിശ്വസിക്കാനൊരു മടി. അത് കഴിഞ്ഞിട്ട് പാസ്പോർട്ട് കിട്ടി, ഞാൻ എക്സാം എഴുതി. അത്രയും നല്ലപോലെ സംസാരിക്കുന്ന ഞാൻ ആ എക്സാമിന് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ വെറുതെ ചെന്നിരുന്നു. എക്സാമിനേറ്റേഴ്സ് എന്തോ ചോദിച്ചു, ഞാൻ യാ 9 ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു സെൻറ്റൻസ് മൊത്തത്തിൽ പറയാൻ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഞാൻ അതുപോലെ ടെൻഷൻ അടിച്ച എക്സാം വേറെ ഇല്ല. അതിൽ പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എക്സാമിന്. ആ എക്സാം എഴുതി, എനിക്കറിയായിരുന്നു ഞാൻ പാസ്സാവില്ല. പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്നു, റിസൾട്ട് ആവാറായി.
അപ്പോൾ മിക്കവാറും പിള്ളേർക്കെല്ലാം മനസ്സിലായി ഏകദേശം എല്ലാവരും തോക്കും. അപ്പോൾ എല്ലാവർക്കും തിരിച്ച് പോകണമെന്നില്ല. അപ്പോൾ സാറ് പറഞ്ഞു തിരിച്ച് വന്നാലാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുള്ളൂ. പിള്ളേരെല്ലാം തിരിച്ച് മൈസൂർക്ക് പോയി. ഞാൻ എന്നാലും പോയില്ല. ഞാൻ വീട്ടിലിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം എക്സാമിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞു. അവരെ ഹോളിൽ കയറ്റി. അപ്പോൾ അവർ മെസ്സേജ് അയക്കുന്നുണ്ട്, എടി ഹോളിൽ കയറ്റി, ഇപ്പോൾ റിസൾട്ട് പറയുമായിരിക്കും. അപ്പം തൊട്ട് ഞാൻ ഭയങ്കര പ്രാർത്ഥന. കൃപാസന മാതാവിനെ വിളിക്കുന്നു, ഈശോയെ വിളിക്കുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലുന്നു, ബൈബിൾ എഴുതുന്നു. ബൈബിൾ ഇംഗ്ലീഷാണ് എഴുതേണ്ടത്. അമ്മയ്ക്ക് പള്ളിയിൽ നിന്ന് കൊടുത്താണ് ഇംഗ്ലീഷ് ബൈബിൾ ഇത്ര അധ്യായം എഴുതണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അമ്മ ഞാൻ എഴുതിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ബൈബിൾ എഴുതി. അപ്പോൾ എനിക്കത് വായിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവണില്ല, മലയാളം ബൈബിൾ പോലെ. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു മനസ്സിലാവാണ്ട് എഴുതിയിട്ട് കാര്യമില്ലല്ലോ, എന്നാൽ പിന്നെ കുറച്ച് വിശ്വാസ പ്രമാണം എത്രയും ദേവളമാതാവും കൂടെ ചൊല്ലാം, എന്നിട്ട് എഴുതിക്കൊണ്ടിരിക്കാം. അങ്ങനെ ഞാൻ എഴുതിയത് നെഹമിയാണ്. നെഹമിയ മൊത്തം ഞാൻ ആ ചാപ്റ്റേഴ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്തു ആ ദിവസങ്ങളിൽ, 2 ദിവസം കൊണ്ട്. എന്നിട്ട് ഞാൻ ആദ്യത്തെ ദിവസം വന്നു, റിസൾട്ട് വന്നില്ല, പറഞ്ഞില്ല. പിറ്റേ ദിവസം റിസൾട്ട് പറയാൻ വേണ്ടി അവർ പിന്നെയും എക്സാം ഹോളിൽ കയറ്റി. അപ്പോൾ തൊട്ട് ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വന്ന് ഉടമ്പടി എടുക്കാം, എനിക്കിപ്പോൾ അറിയണം ഞാൻ പാസ്സായോ തോറ്റോന്ന്. അപ്പോൾ കൃപാസനത്തിൽ മാതാവിൻ്റെ ഒരു കുഞ്ഞ് 2 ഫോട്ടോ എൻ്റെ ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫോട്ടോയിൽ 2 പേരുടെ രൂപങ്ങൾ കണ്ടുവന്നു. അതിൽ ആദ്യത്തെ കൊച്ചിനെ എനിക്ക് നല്ലപോലെ അറിയാം, എൻ്റെ കൂടെ പഠിക്കുന്ന രേവതി എന്ന് പറഞ്ഞ കൊച്ചാണ്. രണ്ടാമത്തെ ആളെ എനിക്ക് മനസ്സിലായില്ല, പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല, കുറച്ച് സമയം കണ്ടുള്ളൂ, പെട്ടെന്ന് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫോട്ടോ ഇതിനകത്ത് തെളിഞ്ഞു വന്നിട്ടില്ല, ആകെ 2 പേരുടെ ഫോട്ടോയിൽ തെളിഞ്ഞു വന്നില്ല. അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി ഇവർ 2 പേരായിരിക്കും ചിലപ്പോൾ പാസ്സാവാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ അറിയണം ഞാൻ പാസ്സായോ ഇല്ലയോ എന്ന്, എനിക്കിപ്പോൾ കാണിച്ചു തരണം എന്ന് പറഞ്ഞു. ഞാൻ കണ്ണടച്ചപ്പോൾ എൻ്റെ മുന്നിൽ എഫ് എന്നുള്ള ലെറ്റർ വരണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു പാസ്സിന് പി അല്ലേ വരേണ്ടത്, ഇത് എഫ് ആണല്ലോ, അപ്പോൾ ഞാൻ തോറ്റൂല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു എടി നിനക്ക് കിട്ടിയില്ല, എനിക്കും കിട്ടിയില്ല, വേറെ 2 പേരെ ജയിച്ചോളൂ നമ്മുടെ ക്ലാസ്സിൽ നിന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആരാ? അപ്പോൾ പറഞ്ഞു രേവതിയും കതിർ എന്ന് പറഞ്ഞ കൊച്ച ജയിച്ചേ. അപ്പോൾ ഞാൻ ഓക്കെ. അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി കൃപാസന മാതാവ് ഇതിൽ കട്ടയ്ക്ക് നിന്ന് കളിച്ചിട്ടുണ്ട്. കാരണം ഒട്ടും വിശ്വാസമില്ലാത്ത എന്നെ കൃപാസന മാതാവിനെ കൊണ്ട് വിളിപ്പിച്ച് ഫോട്ടോയിൽ രൂപം കളിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഉടമ്പടി എടുക്കണം. ഇത്രയും ഞാൻ ഇത് അത്ഭുതമാണോ എനിക്കറിയാൻ പാടില്ല. ഞാൻ ആ സമയത്ത് ഞാനിങ്ങനെ നിന്നോ ഇങ്ങനെയൊക്കെ ആവോ എന്നെൻ്റെ എൻ്റെ മനസ്സിൽ ചിന്തയായിരുന്നു. പക്ഷേ എന്നാലും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയില്ല. ആ സമയത്തിൽ തിരിച്ച് മൈസൂർക്ക് പോകേണ്ടി വന്നു. മൈസൂർ എന്നപ്പോൾ അവർ പറഞ്ഞു പാസ്സാത്തവരെല്ലാവരും B1 വരെ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ എഴുതി. അപ്പോൾ അവർ പറഞ്ഞു ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, 6 ലക്ഷത്തോളം നമ്മൾ കാണിച്ചിട്ട് ബാലൻസ് ബ്ലോക്ക് എമൗണ്ട് കാണിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാം. ആ സമയത്ത് ഒരു ഫ്ലേഗേ എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ടേംസും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ടെൽക്കിൻ്റെ ഒരു ബുക്കൊക്കെ അവർ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മുന്നോട്ട് പോകും തോറും എനിക്ക് അവിടെ നിൽക്കാൻ പറ്റണില്ല. എനിക്ക് ഭയങ്കര സങ്കടം, ഞാൻ ഭയങ്കര കരച്ചിൽ. അപ്പോൾ അമ്മേനെ വിളിച്ച് ഞാൻ കരഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നിന്നെ ആരും നിർബന്ധിച്ച് ജർമ്മനിയിലേക്ക് ഇന്നതുപോലെ പോകണം എന്ന് ഞങ്ങൾ പറഞ്ഞു വിടില്ല, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതി. ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല, എനിക്കിതിനകത്ത് നിൽക്കാൻ പറ്റണില്ല, എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു. അന്ന് തൊട്ട് ഞാൻ കൃപാസന മാതാവിനോട് ഭയങ്കര പ്രാർത്ഥന കേട്ടോ. അപ്പോൾ എനിക്ക് നീല മെഴുതിരിയും പച്ച മെഴുതിരിയും ഒന്നുമില്ല. അപ്പോൾ ഞാൻ സാധാരണ ഒരു മെഴുതിരി കത്തിച്ചിട്ട് ഒരു മാതാവിൻ്റെ കുഞ്ഞൊരു ഫോട്ടോ ഉണ്ട്, ആ രൂപത്തിന് മുമ്പിൽ തന്നെ ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാനായിട്ട് ഇതിൽ നിന്ന് പിന്മാറില്ല, പക്ഷെ അവരായിട്ട് ആ മാനേജ്മെൻറ്റായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞ സംഭവം എടുത്ത് കളയുകയാണെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് മാറാം. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും മാനേജ്മെൻറ്റായിട്ട് വന്ന് പറഞ്ഞു ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞ സംഭവം ഞങ്ങൾ എടുത്ത് കളയാൻ പോവാണ്. പല പിള്ളേർക്കും അതിൽ കൺഫ്യൂഷൻ, പലർക്കും താല്പര്യമില്ല, 6 ലക്ഷം രൂപ പെട്ടെന്ന് എടുക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരത് ക്യാൻസൽ ചെയ്തു. അപ്പം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ നാട്ടിലേക്ക് വന്ന സമയത്ത് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നു. അങ്ങനെയാണ് 31/7/2025 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ തൊട്ട് എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റിയാണ്, പിന്നെ നെഗറ്റിവിറ്റി ഒന്നുമില്ല, ഭയങ്കര പോസിറ്റിവിറ്റി ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ടെൽക്ക് എന്ന് പറഞ്ഞൊരു എക്സാം, OST ആണ് ഞാൻ ആദ്യമേ എഴുതിയത്, അതെനിക്ക് കിട്ടിയില്ല. ടെൽക്ക് എന്ന് പറഞ്ഞൊരു എക്സാം എഴുതാം. അപ്പോൾ എല്ലാത്തിനും പാറ്റേണിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ OSTനെ പോലെ എല്ലാ ടെൽക്കുള്ളത്. അപ്പോൾ എനിക്ക് ടെൽക്കിന് ട്രെയിനിങ്ങിന് പോകണം. അപ്പോൾ എൻ്റെ അനീതി അവിടെ മൈസൂരുണ്ടായിരുന്നു, അവൾ B1 കയറാൻ വേണ്ടി പോവായിരുന്നു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഞാനിവിടെ നിർത്തിയിട്ട് വരികയാണ്, ഇവിടെ OST മാത്രമേ എഴുതിപ്പിക്കുള്ളൂ, അതെനിക്ക് കിട്ടുമെന്ന് തോന്നണില്ല. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി തിരുവല്ലയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ അങ്ങോട്ടേക്ക് വന്നോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു എനിക്കിതുപോലെ B2ൻ്റെ ട്രെയിനിങ് തന്നാൽ മതി, എക്സാമിനുള്ള ട്രെയിനിങ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരുവല്ലയ്ക്ക് പോയി. മാതാവ് എല്ലാം എനിക്ക് ഒരുക്കി തന്നു. ഞാൻ മൈസൂരുണ്ടായിരുന്ന സമയത്ത് ഒത്തിരി ദൂരെയാണ് പള്ളി. അപ്പോൾ എനിക്ക് ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാനായിട്ട് ചില സമയത്ത് തോന്നാറില്ല. കുമ്പസാരമൊക്കെ ഭയങ്കര 1 മാസം 2 മാസം കൂടുമ്പോഴൊക്കെയാണ് ഞാൻ കുമ്പസരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ തിരുവല്ലയിലോട്ട് ഞാൻ മാറിയ സമയം തൊട്ട് മാതാവ് എല്ലാം എനിക്ക് ഒരുക്കി തന്നു. ഞാൻ നിന്നതൊരു കോൺവെൻറ്റിലാണ്, കോൺവെൻറ്റിൻ്റെ അടുത്ത് തന്നെ പള്ളിയുണ്ട്. തിങ്കളാഴ്ച കോൺവെൻറ്റിലാണ് കുർബാന. അച്ഛൻ ഭയങ്കര നല്ലൊരു അച്ഛൻ. അച്ഛൻ്റെ അടുത്ത് കുമ്പസരിക്കണം എന്ന് പറഞ്ഞാൽ അച്ഛൻ വേഗം ഓടി വന്നിരുന്ന് തരും.
അതുപോലെ അപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ, ചിലപ്പോൾ ഒരാഴ്ച കൂടുമ്പോൾ എനിക്ക് എപ്പോഴാണോ ഭയങ്കരമായിട്ട് കുറ്റബോധം മനസ്സിൽ വരുന്നത്, എനിക്കൊന്ന് കുമ്പസരിച്ചാൽ മതി എന്ന് തോന്നുന്ന സമയത്ത് എനിക്ക് പോയി നിന്ന് കുമ്പസരിക്കാം. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും അവിടെ ഇല്ല. അടുത്ത് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ, നടന്നു പോകുന്നത്ര ദൂരം. എല്ലാം കൊണ്ട് മാതാവ് എനിക്ക് ഭയങ്കര നല്ലൊരു സ്ഥലം എനിക്ക് വേണ്ടി ഒരുക്കി തന്നു. ഞാൻ പഠിച്ചു. അപ്പോൾ ഞാൻ സ്വപ്നം കാണുന്നുണ്ട്, മാതാവിന് ഇടയ്ക്ക് സ്വപ്നം കാണും. ആദ്യത്തെ ദിവസം ഒരു സ്വപ്നം കണ്ടത് ഓഗസ്റ്റ് മാസമാണ്. ആ മാതാവ് ആകാശത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആകാശത്തൊരു നീല ഡ്രസ്സും റെഡ് കളറ് തലയിൽ മൂടിയിട്ടിട്ടുണ്ട്. അപ്പം 2 മാലാഖമാർ മാതാവിൻ്റെ തലയിൽ ഒരു പവിഴം പോലൊരു സംഭവം കൊണ്ടൊരു കിരീടം വെച്ച് കൊടുക്കുകയാണ്. ഇതാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അതല്ലാതെ പിന്നെ ഞാൻ ഡാനിയലച്ചൻ്റെ സ്പീച്ച് കേൾക്കാറുണ്ട്. അപ്പോൾ ഡാനിയലച്ച് പറയുന്നുണ്ട്, വിലാപത്തിന് പകരം സ്തുതികളുടെ സ്വസ്ത്രങ്ങൾ നാവിൽ വരും, അങ്ങനെ എന്തോ ഒരു സെൻറ്റൻസ് അച്ഛനൊരു വചനം കോട്ട് ചെയ്തിട്ട് ഞാൻ ആ ഒരു സ്പീച്ച് കേട്ടിട്ടാണ് ഞാൻ കിടന്നത്. ഞാൻ കേട്ടുകൊണ്ട് അങ്ങനെ കിടന്നുറങ്ങും. അപ്പോൾ ഉറങ്ങിയ സമയത്ത് രാത്രി പകുതി മയക്കത്തിൻ്റെ സമയത്തിൽ എനിക്ക് തലയിൽ ഭയങ്കര സൗണ്ട്, ഭയങ്കര വൈബ്രേഷൻ. ഞാൻ മൊത്തത്തിൽ കിടന്ന് വിറയ്ക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്ലീപ്പ് പാരലിസിസ് ആയിരിക്കുമോ, കാരണം നഴ്സിംഗ് പഠിച്ച എല്ലാവർക്കും ഭയങ്കര ഡൗട്ട്സ് ആയിരിക്കും, എന്തെങ്കിലും ഒരു പല്ലുവേദന വന്നാൽ ക്യാൻസർ ആയിരിക്കുമോ എന്ന് പറയുന്ന പോലെ എനിക്ക് രാത്രി ഇതുപോലെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു സ്ലീപ്പ് പാരലിസിസ് ആയിരിക്കുമോ. അപ്പോൾ ഞാൻ കണ്ണ് തുറന്നു, പക്ഷെ എനിക്കൊന്നും അനക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ കാശ് രൂപം ഇങ്ങനെ പിടിച്ചിട്ടാണ് കിടക്കണേ. അപ്പോൾ മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപം ഞാൻ കഴുത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല, ഞാൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കണ്ണടച്ചു, ഭയങ്കര മുറുക്കം ഇങ്ങനെ പിടിച്ച് കിടക്കുകയാണ്. ഞാൻ കണ്ണടച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ദൈവത്തിന് സ്തുതിക്കുന്ന സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തുതി, ഈശോയ്ക്ക് സ്തുതി, സ്തോത്രം, ഹല്ലേലൂയ എന്നൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ എന്നോട് പറയുന്നുണ്ട്, നീ സംസാരിക്കുക, നീയും സ്തുതിക്ക്. അപ്പോൾ ഞാൻ കണ്ണടച്ചിട്ട് ഞാനിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു കണ്ണ് തുറക്കുക. അപ്പോൾ ഞാൻ പറയുകയാണ്, കണ്ണ് തുറന്ന് ഞാൻ മരിച്ചു പോകും, ഈശോയെ കണ്ടാൽ ഞാൻ മരിച്ചു, എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ മാതാവിൻ്റെ രൂപം ഇങ്ങനെ മുറുക്ക പിടിച്ചിട്ട് ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ആ സൗണ്ടൊക്കെ മാറി നോർമലായി. ഞാൻ പിന്നെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു സ്വപ്നം കണ്ടത് ജോസഫ് അച്ഛനെയാണ്. ജോസഫ് അച്ഛൻ എന്തൊരു പ്രോഗ്രാമിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ബുക്കുണ്ട്. ഈ ബുക്ക് ഞാൻ ഉടമ്പടി തുടങ്ങിയ ദിവസം തൊട്ട്, അതായത് ഞാൻ എന്നാണോ ഹോസ്റ്റലിലേക്ക് മാറിയത്, ട്യൂഷനിലേക്ക് പഠിക്കാൻ വേണ്ടി പോയത്, അന്ന് തൊട്ടിട്ട് ഞാൻ ഇതിനകത്ത് ഓരോ വചനങ്ങൾ എഴുതും. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഉടമ്പടി ഒരു ടോക്ക് ഉണ്ടാവുമല്ലോ ജോസഫ് അച്ഛൻ്റെ. ആ ടോക്കിൽ എനിക്ക് കൂടി ഞാൻ മിക്കവാറും ഉറങ്ങിയിട്ടാണ് ഞാൻ ആ സ്പീച്ച് കേട്ടത് ജോസഫ് അച്ഛൻ്റെ. പക്ഷേ ഒരു വചനം മാത്രം എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് നിന്നത്, ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുകയും തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും. 1 പത്രോസ് 5:6 ഇതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പം ഞാൻ ആ ദിവസം തൊട്ട് എല്ലാ ദിവസവും ഞാൻ രാവിലെ കുർബാനയ്ക്ക് പോവും. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബുക്ക് എടുക്കും, ആ വചനം ഞാൻ ഒരു പേജ് ഫുള്ള് എഴുതും. എന്നിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി പോകാറുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ജോസഫ് അച്ഛൻ്റെ സ്വപ്നം കണ്ടപ്പോൾ ജോസഫ് അച്ഛൻ എന്നോട് പറയുകയാണ്, നിന്നെ ഞാൻ തളർത്തും. ഈ ഒരു സെൻറ്റൻസ് എന്തോ ഒരു കാര്യത്തിൻ്റെ കൂടെ പറഞ്ഞിട്ട് ഈ സെൻറ്റൻസ് മാത്രമാണ് ഉറക്കെ എഴുന്നേറ്റപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലുള്ളൂ, നിന്നെ ഞാൻ തളർത്തും. ഇതാണ് ജോസഫ് അച്ഛൻ എന്നോട് പറഞ്ഞത്. പിറ്റേ ദിവസം തൊട്ട് സ്പ്രഹന് പോകുന്ന സമയത്ത്, സ്പീക്കിങ്ങിന് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു വക പറയാൻ കിട്ടണില്ല. ഞാൻ കരച്ചിലായി. എനിക്ക് OST എക്സാം കഴിഞ്ഞതിൻ്റെ ഹാങ് ഓവർ തീർന്നിട്ടില്ല. അപ്പോഴാണ് ഇവിടെ വന്ന് സ്പീക്കിങ് ചെയ്യുമ്പോൾ എനിക്കൊന്നും പറയാൻ കിട്ടണില്ല. ഫുള്ളും ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ എക്സാമിൻ്റെ ഒക്കെ സമയമാവാറായി. എക്സാം ഡേറ്റ് എടുത്തു, 15-ാം തീയതി എടുത്തു, ഒക്ടോബർ 15. അങ്ങനെ എക്സാം ഡേറ്റ് കിട്ടിയത് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ ഡോൺ ബോസ്കോ എന്ന് പറഞ്ഞൊരു എക്സാം സെൻറ്ററിൽ വെച്ചിട്ടാണ് എക്സാം. അപ്പോൾ ആ സമയങ്ങളോട് അടുത്തപ്പോൾ എനിക്ക് വേറെ വചനങ്ങൾ ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എഴുത്. പുറപ്പാട് 14:14 നീ ശാന്തനായിരുന്നാൽ മതി, ദൈവം നിനക്ക് വേണ്ടി, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. അതുപോലെ തന്നെ സെഫാനിയ 3:17 3:17 ആണ്. ശക്തനായ യുദ്ധം ചെയ്യുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട്, നിനക്ക് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട്. അപ്പോൾ ഈ വചനങ്ങളൊക്കെ എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനതൊക്കെ എഴുതുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിന് പോയി. അപ്പോൾ എൻ്റെ അമ്മ കൂടെ ഉണ്ടായി. അപ്പോൾ എക്സാമിൽ 15-ാം തീയതി ആണെങ്കിൽ തലേദിവസം 14-ാം തീയതി വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു ആൻറ്റിയുടെ വീട് തൃശ്ശൂരുണ്ട്. അപ്പോൾ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പനെയാണ് കാറിൽ കൊണ്ടാക്കണേ ബസ് സ്റ്റാൻഡ് വരെ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു പക്ഷി, അത് കുളത്തിൽ മീൻ പിടിക്കുന്നത് ഒരു പക്ഷിയാണ്, വലിയ നീളമുള്ള കൊക്കുള്ളത്. അതിൻ്റെ കൊക്കിന് ചുറ്റും ഒരു കയറോ ഒരു നൂലെങ്ങാണ്ട് ചുറ്റിയിട്ട് അതിനെ വാ തുറക്കാൻ പറ്റുന്നില്ല. അത് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. അപ്പോൾ എൻ്റെ അപ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ നൂലങ്ങോട്ട് അഴിച്ചു കളഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പറയാണ്, നിൻ്റെ സംസാരിക്കാനുള്ള ശേഷി ഞാൻ തിരിച്ചു തരാൻ പോവാണ്, നീ നല്ലപോലെ സ്പീക്കിംഗ് ചെയ്യും, നിൻ്റെ അപ്പം നിൻ്റെ കെട്ട് നിനക്ക് വേണ്ടി അഴിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിശ്വസിച്ചു, ഓക്കെ എനിക്ക് സ്പീക്കിംഗ് നല്ലതായിരിക്കും. ഞാൻ എക്സാമിന് പോയി. സെൻറ്ററിൽ തന്നെ ചാപ്പലുണ്ടായി. അമ്മയും ഞാനും ചാപ്പലിൽ കയറി പ്രാർത്ഥിച്ചു. പുറത്ത് വന്നു. അപ്പോൾ എല്ലാ പിള്ളേരും ഇത് നോക്കുന്നുണ്ട്, എക്സാം പേപ്പേഴ്സ് നോക്കുന്നുണ്ട്, ഫോണിൽ എന്തൊക്കെയോ സെർച്ച് ചെയ്യാനുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ മാത്രം എന്ത് ഇങ്ങനെ നിൽക്കണേ. അപ്പോൾ ഞാനും പഠിക്കാം. എന്നിട്ട് ഫോൺ എടുത്ത് നോക്കി, പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ കൊന്തെടുത്ത് കൈ പിടിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത്
എനിക്ക് പരീക്ഷാ ഭയം ഇല്ല. ഞാൻ ഉടമ്പടിയിൽ വെച്ച സംഭവമാണ്. OST എക്സാം തൊട്ടിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് എക്സാമിന്. പക്ഷെ അപ്പം തൊട്ടിട്ട് എനിക്ക് പരീക്ഷ ഭയം ഇല്ല. എല്ലാവരും ഭയങ്കര സ്പീഡിൽ എന്തൊക്കെയോ പഠിക്കുന്നു, എന്തൊക്കെയോ വായിക്കുന്നു. അപ്പോഴും ഞാൻ വെറുതെ നിൽക്കുക. ഞാൻ കൊന്ത കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാതാവേ നോക്കിക്കോണേ, എനിക്കൊന്നും അറിയാൻ പാടില്ല, ഞാൻ പഠിച്ചതല്ലാണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും എഴുതാൻ കിട്ടില്ല, അത് മാത്രമേ നീ ചോദിക്കാവുള്ളൂ, എനിക്ക് വേറെ ഒന്നും നീ ചോദിക്കരുത്. എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തേന്, പിന്നെ അതുപോലെ തന്നെ വിശുദ്ധ ഉപ്പ്, തൈലം, ഇതൊക്കെ തൂത്തിട്ടാണ് ഞാൻ പോണേ. എൻ്റെ പോക്കറ്റിൽ ഒരു കുഞ്ഞ് കാശുരൂപ. ഞാൻ അതിന് മുന്നേ ജോസഫച്ചനെ ഇവിടെ വന്ന് കാണണമെന്ന് വിചാരിച്ചു, പക്ഷേ ജോസഫച്ചൻ കാണാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു മനസ്സിൽ. അപ്പോൾ ഞാനൊരു കുഞ്ഞ് കാശുരൂപം ഉണ്ട്, ഉടമ്പടി കാശുരൂപം അല്ലാതെ വേറൊരു കാശുരൂപം. അതിൻ്റെ ഒരു കുഞ്ഞ് കവറിനകത്ത് ഉപ്പും വിശുദ്ധ തൈലവും എണ്ണയും കടന്ന ഒരു കവറിനകത്ത് ഞാൻ ആ കാശുരൂപം ഇട്ടിട്ടുണ്ടായിരുന്നു, വേറെ ആർക്കെങ്കിലും കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം ഞാൻ ആ കാശുരൂപം വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ജോസഫ് അച്ഛന് എനിക്കൊരു കാശുരൂപം തരാൻ പറ്റിയില്ല, എനിക്ക് കാണാൻ പറ്റിയില്ല അച്ഛനെ. ഞാൻ വിളിച്ചു വെച്ച് അച്ഛൻ 16-ാം തീയതിയാണ് വരുള്ളൂ തിരിച്ച് ഫ്രാൻസിൽ നിന്ന്. അപ്പോൾ 15-ാം തീയതി എൻ്റെ എക്സാം. അപ്പോൾ എനിക്കത് കിട്ടില്ല. പക്ഷെ മാതാവേ, നീയാണ് എല്ലാവരുടെയും പ്രവർത്തിക്കണേ. നീ എനിക്ക് വേണ്ടി ഈ കാശുരൂപം, ജോസഫ് അച്ഛൻ തരുന്ന കാശുരൂപം പോലെ ശക്തിയുള്ളതാക്കണം. എനിക്ക് വേണ്ടിയിട്ട് നീ അത് ചെയ്തു തരണം. എനിക്ക് ഈ എക്സാം പാസ്സാവണം. അപ്പോൾ ഞാൻ എക്സാമിന് മുന്നൊക്കെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ഭയങ്കര ഡൗൺ ആയി. എനിക്ക് മാസം വന്നിട്ട് പത്രം മേടിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിൽ പെട്ടെന്ന് ചോദിച്ചു, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അത് വിശ്വാസമല്ല. നീ എന്തെങ്കിലും പ്രവർത്തിച്ചാലാണ് എനിക്ക് നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എൻ്റെ മനസ്സിൽ പറയാം. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയ സമയത്ത് എൻ്റെ പഴയ പത്രങ്ങൾ കുറേ എൻ്റെ വീട്ടിൽ ഒരു ഫയലിലാക്കിയിട്ട് അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മ എടുത്ത് പറഞ്ഞു, നമുക്ക് ഈ പത്രം കൊണ്ട് കൊടുക്കാം. അപ്പോൾ അമ്മ ചോദിച്ചു, എവിടെ കൊണ്ട് കൊടുക്കും? ഞാൻ പറഞ്ഞു, വീടിൻ്റെ അടുത്തുള്ളവർക്ക് കൊണ്ട് കൊടുക്കാം. എൻ്റെ മനസ്സിലപ്പോൾ ഒരു ചേച്ചിയുടെ മുഖം മാതാവ് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പത്രം കൊണ്ട് പോകുന്ന സമയത്ത് മാതാവ് എൻ്റെ അടുത്ത് പറയേണ്ട ഒരു വിശ്വാസ പ്രമാണം കൂടി എഴുതും. അപ്പം ഞാൻ പറഞ്ഞു, ഒരാൾക്ക് വേണ്ടിയിട്ട് വിശ്വാസ പ്രമാണം എഴുതാൻ പറ്റില്ലല്ലോ, എഴുതുവാണെങ്കിൽ അത്രയും പത്രം കൊടുക്കുന്നവർക്കൊക്കെ കൊടുക്കണം. അപ്പോൾ എനിക്കത് എഴുതാൻ നിൽക്കാനുള്ള സമയമില്ല, ഞാൻ പെട്ടെന്ന് പോയിട്ട് പത്രം കൊടുക്കാമെന്നുള്ള രീതിയിൽ അമ്മയും ഞാനും കൂടി ഇറങ്ങി. ഈ ചേച്ചിയുടെ വീടെത്തിയപ്പോൾ അമ്മ പറഞ്ഞു, ഇവിടെ കൊടുക്കണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, വേണം, എനിക്ക് ഇവിടെ കൊടുക്കണം. അപ്പോൾ ഞാൻ കയറിയപ്പോൾ ഈ ചേച്ചി അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പത്രം കൊടുത്ത് ഞാൻ പറഞ്ഞു, ആലപ്പുഴയിലുള്ള ജീവനോടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്, ഭയങ്കര അത്ഭുതങ്ങൾ നടക്കേണ്ട, ചേച്ചിക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ മാതാവിനോട് പ്രാർത്ഥിച്ച മാതാവ് അത് മാറ്റിത്തരും. ഇത്ര പറഞ്ഞ് തീരുന്നതിന് മുന്നേ ചേച്ചി ഭയങ്കരമായിട്ട് കരയാം. അപ്പം ഞാൻ വിചാരിക്കുക, മാതാവ് എനിക്ക് നീ കാണിച്ചു തന്നു, നീ നിനക്ക് ഇഷ്ടമുള്ള ഒരാളുടെ അടുത്ത് നീ ഈ പത്രം കൊണ്ട് എത്തിക്കാനായിട്ട് എന്നെ ഉപയോഗിച്ചു. അപ്പോൾ ഞാൻ പത്രം കൊടുക്കുന്നതിന് മുന്നേ വിശുദ്ധ തൈലും ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, മാതാവേ നിനക്ക് അർഹതപ്പെട്ടവരുടെ കയ്യിൽ ഇത് എത്തണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഈ പത്രം ഞാൻ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ചേച്ചി പറയുകയാണ്, ചേച്ചിയുടെ അനിയൻ ഇതുപോലെ ഹാർട്ട് അറ്റാക്ക് എങ്ങാണ്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, സർജറി വേണമെന്ന് പറഞ്ഞു. കുഞ്ഞ് 2 മക്കളാണുള്ളത്. ആ സമയത്ത് ഞങ്ങളുടെ അടുത്തുള്ള 2-3 പേര് ഇതുപോലെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പെട്ടെന്ന് തന്നെ മരിച്ചു. അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര ടെൻഷനാണ്, അനിയൻ എന്തെങ്കിലും പറ്റുമോ. അപ്പോൾ ആ പുള്ളിക്കാരിക്ക് ആ പത്രം കൊടുത്തപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പിയായി. ആ സമയത്ത് 2-3 പേരെടുത്ത് പത്രം കൊടുത്തപ്പോൾ അവർ ചോദിച്ചു, ഇപ്പോൾ ഇതാണോ പണി? നഴ്സിങ്ങിന് പോയ കൊച്ചല്ലേ, ഇപ്പോൾ ഇതാണോ പണി? അപ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമം വന്നു. അപ്പോൾ ഞാൻ തിരിച്ച് വന്നിട്ട് മാതാവിനടുത്ത് പറഞ്ഞു, നാട്ടുകാരുടെ അടുത്ത് മൊത്തം ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ നിന്ന ഹോസ്റ്റലിൽ ഡോർമെട്രിയാണ്. അപ്പോൾ സുമിയുടെ കൂടെ, എൻ്റെ അനീത്തിയാണ് സുമിയുടെ കൂടെ പഠിക്കുന്ന പിള്ളേരും ഞാനും എൻ്റെ കൂടെ പഠിക്കുന്ന വേറൊരു കൊച്ചു, ഞങ്ങൾ എത്രയും പേര്, ഒരു 9 പേര് ഒരു ഡോർമെട്രിയിലാണ് നിൽക്കണേ. അപ്പം ഞാൻ രാവിലെ 5:30 എഴുന്നേച്ച് തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നതും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നതും കൊന്ത കൈവിരിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുന്നതൊക്കെ അവർ കാണുന്നുണ്ട്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എല്ലാവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തണ്ട, നീ ആയിരിക്കും മിക്കവാറും നാണം കെടാൻ പോണേ, ഞാൻ തോറ്റു കഴിഞ്ഞാൽ. എനിക്ക് വേണ്ടിയെങ്കിലും അല്ലെങ്കിൽ നിനക്ക് വേണ്ടിയെങ്കിലും നീ എന്നെ പാസ്സാക്കി തരണമെന്ന് ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ എക്സാം എഴുതി ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ പാർട്ട്ണർ പുള്ളിക്കാരി ഭയങ്കര ടെൻഷനായിപ്പോയി. അപ്പോൾ എനിക്ക് മാതാവ് പറഞ്ഞു തരുന്നുണ്ട്, നീ ഇതുപോലെ പറ. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ടൈൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യലാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു, എനിക്ക് നഴ്സിംഗ് ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ കാരണം എൻ്റെ ഫാമിലി നിർബന്ധിച്ചെടുത്തൊരു കോഴ്സാണ്. അപ്പോൾ ഒരു ഓൾഡ് ആയിട്ടുള്ളൊരു വിമണിനെ ഞാൻ ഹെൽപ്പ് ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു, നീ ഉള്ളത് എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. അപ്പോൾ തൊട്ട് എനിക്ക് ഈ പ്രൊഫഷൻ ഇഷ്ടപ്പെട്ടു. ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ അവരോട് ഷെയർ ചെയ്യണേ. അപ്പോൾ ആ എക്സാമിനേറ്റർ എന്നോട് തിരിച്ച് ചോദിച്ചു, ഓൾഡായ പേഷ്യൻസിനെ കെയർ ചെയ്യാനാണോ നിനക്കിഷ്ടം, എന്തുകൊണ്ട്? അപ്പം മാതാവ് എനിക്ക് പറഞ്ഞു തരിക, നിൻ്റെ വീട്ടിൽ നിനക്കൊരു അമ്മാമ്മ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക, അമ്മാമ്മനെ നിനക്ക് നോക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു കൊടുക്കുക, അമ്മാമ്മയോട് സംസാരിക്കാനും അമ്മാമ്മനെ കെയർ ചെയ്യാനും എല്ലാം നിനക്ക് ഇഷ്ടമാണെന്ന് നീ പറഞ്ഞു കൊടുക്കുക. അപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് മാതാവ് എല്ലാം എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക. പിന്നെ അതിലും വലുതെന്ന് പറയണത്, ഞാൻ മാതാവിനോട് ഒരു അടയാളം ചോദിച്ചിട്ടുണ്ടായി, എനിക്ക് ഈ എക്സാം ഞാൻ പാസ്സാവും അല്ലെങ്കിൽ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് കാണിക്കാനായിട്ട് എനിക്കൊരു അടയാളം വേണം.
അപ്പോൾ മാതാവ് എനിക്ക് തന്ന നമ്പർ 6 ഈ 6 നമ്പറിൽ ലാപ്ടോപ്പ്, എല്ലാവർക്കും ഒരു ലാപ്ടോപ്പ് കൊടുക്കും. ഈ 6 നമ്പർ ലാപ്ടോപ്പിലാണ് ഞാനിരുന്ന് എക്സാം എഴുതുന്നത്. അപ്പോൾ മാതാവിൻ്റെ നമ്പറാണെന്ന് ഞാൻ സാക്ഷ്യത്തിൽ ഒത്തിരി തവണ കേട്ടിട്ടുണ്ട്, 6ാമത്തെ നമ്പർ. അപ്പോൾ ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു. പക്ഷേ എക്സാം എഴുതുമ്പോഴും എൻ്റെ കണ്ണ് നിറയാനുണ്ട്. മാതാവ്, എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ വന്ന് ഞാൻ എന്ത് ചെയ്യും? പക്ഷെ നീ എൻ്റെ കൂടെ ഉണ്ട്, നീ എനിക്ക് പറഞ്ഞു തരുമെന്ന് എനിക്കറിയാം. ഷ്രൈബൻ എഴുതുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്, പക്ഷേ ആ വന്ന ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. ഞാൻ അതിനെപ്പറ്റി പഠിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പെട്ടെന്നൊരു 30 മിനിറ്റ് സമയമുണ്ട്, പക്ഷേ 30 മിനിറ്റ് എങ്ങനെ കടന്നു പോകുന്നു നമുക്ക് ആ സമയത്ത് ഇരിക്കുമ്പോൾ അറിയില്ല. ഞാൻ സ്പീഡിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്തു, എന്തൊക്കെയോ മിസ്റ്റേക്ക് വന്നു, ഞാൻ ബാക്ക് അടിച്ച് ഇറേസ് ചെയ്തു, പിന്നെയും ടൈപ്പ് ചെയ്തു. അപ്പോൾ സാറ് ബാക്കിൽ നിന്ന് പറയേണ്ട സമയം തീർന്നു, വേഗം ഓഫ് ചെയ്യില്ലെങ്കിൽ അത് സെൻഡ് ആവില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഇത് ഓഫ് ചെയ്തു. ഞാൻ അയച്ചു കൊടുത്തിട്ട് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇത് പാസ്സാക്കിയില്ലെങ്കിൽ ഞാൻ പാസ്സാവില്ല, എൻ്റെ കഴിവിൽ ഇതൊന്നുമില്ല. ഞാൻ വീട്ടിൽ വന്ന് നോക്കി, എക്സാം പേപ്പർ വെച്ച് നോക്കി, അതായത് ഞാൻ എനിക്ക് ഓർമ്മയുള്ള 2-3 ക്വസ്റ്റ്യൻ വെച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഇതൊക്കെയാണ് ഉത്തരങ്ങൾ, ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ, ബാക്കിയൊക്കെ നിൻ്റെ കയ്യിലാണ്, എനിക്കറിയാൻ പാടില്ല ഞാൻ ജയിക്കുമോ, ജയിപ്പിക്കുകയാണെങ്കിൽ അത് നീ കാരണമാണ് ഞാൻ ജയിക്കുകയുള്ളൂ, കാരണം എൻ്റെ കഴിവിൽ ഇതൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് മാതാവ് തന്ന വചനമാണ് 1 കൊറിന്തോസ് 15:10. നീ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്, നിൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. അപ്പോൾ ഞാൻ അത് എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങി. റിസൾട്ട് വരുന്നതിന് മുന്നേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കൊരു അടയാളം കാണിച്ചു തരണം, ഞാൻ പാസ്സാവുകയാണെങ്കിൽ എനിക്കൊരു അടയാളം കാണിച്ചു തരണം. അപ്പോൾ മാതാവ് എനിക്ക് അന്ന് മഴവില്ല് കാണിച്ചു തന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇടയ്ക്കിടയ്ക്ക് മാതാവിനോട് ഞാൻ അടയാളം ചോദിക്കാറുണ്ട്. അപ്പോൾ മാതാവ് തിരിയിൽ ചെറിയൊരു ഹാർട്ടിൻ്റെ രൂപം, കനൽ പോലെ വരുന്നത്, പിന്നെ സുഗന്ധാഭിഷേകം, ഇതൊക്കെ എനിക്ക് മാതാവ് അടയാളങ്ങളായിട്ട് തരാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് റിസൾട്ട് വന്നു. റിസൾട്ട് വരുന്ന ദിവസം അന്ന് എക്സാമിന് ഞാൻ പരിചയപ്പെട്ടൊരു ചേച്ചി എന്നെ വിളിച്ച് പറയാണ്, ഇന്ന് റിസൾട്ട് വരുന്നു തോന്നണോ, നിൻ്റെ മെയിലൊന്ന് ചെക്ക് ചെയ്യുക, റിസൾട്ട് വന്നോ നോക്ക്. ഞാൻ നോക്കിയപ്പോൾ റിസൾട്ട് വന്നിട്ടില്ല. ആ സമയം 2 മണിയാണ്. അപ്പോൾ 2 മണി തൊട്ടിട്ട് ഞാൻ മുട്ടുമേ നിന്ന് 2 മെഴുതിരി കത്തിച്ചിട്ട് പ്രാർത്ഥന, മാതാവേ നീയാണ് നാണം കെടാൻ പോണേ, തോറ്റു കഴിഞ്ഞാൽ എന്നെ ജയിപ്പിച്ച് തന്നില്ലെങ്കിൽ നീ ആട്ടോ നാണം കെടാൻ പോണേ, എല്ലാവരുടെ മുമ്പിൽ നീ നാണം കെടും, അത് ഉണ്ടാക്കരുത്, എനിക്കതിലൊരു താല്പര്യമില്ല. ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക, വിശ്വാസ പ്രമാണം ചൊല്ലുന്നുണ്ട്, പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാറി ചൊല്ലുന്നുണ്ട്, ഒരു കൊന്ത ചൊല്ലി, ഒരു കരുണക്കൊന്ത ചൊല്ലി. ഇതെല്ലാം കഴിഞ്ഞപ്പം ഞാൻ ബൈബിൾ എടുത്ത് തുറന്നു നോക്കാം. മാതാവ് എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ബൈബിളിലോടൊക്കെ സംസാരിക്കും. അപ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ വചനം ലൂക്ക 1:25. ജനങ്ങളുടെ ഇടയിൽ നിനക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ വേണ്ടി നിനക്ക് വേണ്ടി ഞാനിത് ചെയ്തു തന്നിരിക്കുന്നു എന്നർത്ഥമാക്കുന്നൊരു വചനമാണ് എനിക്ക് വന്നത്. അങ്ങനെ ആ വചനം കെട്ടി. അത് കഴിഞ്ഞൊരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേനും ആ ചേച്ചി എന്നെ വിളിച്ച് പറയാണ്, എടി റിസൾട്ട് വന്നു, എനിക്ക് മെയിൽ വന്നു, നിനക്ക് മെയിൽ വന്നോ നോക്ക്. മെയിൽ തുറന്നു നോക്കി. അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട്, ബെസ്റ്റ് സ്റ്റാൻഡൻ അല്ലെങ്കിൽ നിഷ്ഠ ബെസ്റ്റ് സ്റ്റാൻഡൻ, ജയിച്ചു അല്ലെങ്കിൽ തോറ്റു, ഇതായിരിക്കും അതിനകത്ത് എഴുതിയിരിക്കണേ. ആ സംഭവം ഞാൻ അതിനകത്ത് കാണാനില്ല. ഞാൻ മറിച്ച് തിരിച്ചൊക്കെ നോക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ക്രോൾ ചെയ്ത് നോക്കി, എനിക്കത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ചേച്ചിക്ക് അയച്ചു കൊടുത്തിട്ട്, ഇത് അങ്ങനെ ഇല്ലല്ലോ, അങ്ങനെ ഒരു വാക്കില്ലല്ലോ. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ എനിക്ക് അയച്ചതാ, ഞാൻ നോക്കട്ടെ. ചേച്ചിക്ക് അയച്ചു കൊടുത്തു. ചേച്ചി ആ PDF തുറന്നിട്ട് പറയും, എടി അത് ഗുഡ് എന്ന് എഴുതിയിട്ടുണ്ട്, ജയിച്ചു. 300-ൽ എനിക്ക് 240.5 മാർക്ക് വന്നിട്ടാണ് എൻ്റെ മാതാവ് എന്നെ ജയിപ്പിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഏറ്റവും പാടുള്ള സ്പീക്കിങ്, എനിക്ക് 75-ൽ 27 മാർക്ക്. അതെന്നെ പഠിപ്പിച്ച സാറ് പറയുന്നുണ്ടായി, ഏറ്റവും കൂടി പോയ 9 മാർക്കൊക്കെയാണ് ചിലപ്പോൾ കിട്ടുള്ളൂ. അല്ല, ഷ്രൈബന് 9 മാർക്കൊക്കെയാണ് ചിലപ്പോൾ കിട്ടുള്ളൂ. ഷ്രൈബനിൽ എനിക്ക് 27 മാർക്ക് മാതാവ് തന്നു. ഞാൻ തോറ്റു പോകുമെന്ന് വിചാരിച്ച സ്ഥാനത്ത് മാതാവ് എനിക്ക് 27 മാർക്ക് വന്നിട്ട് എന്നെ പാസ്സാക്കി. 300-ൽ 240.5 മാർക്ക് വന്നിട്ട് എന്നെ പാസ്സാക്കി. പിന്നെ ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് PCOD എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖം ഉണ്ടായിരുന്നു. ഓവറീസിൽ ഇങ്ങനെ കുരുക്കൾ വന്നിട്ട് പീരീഡ്സ് റെഗുലർ അല്ല. എനിക്ക് എല്ലാ മാസവും 1-2 തവണ വരും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം മൊത്തം 2ാമത്തെ മാസവും കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തുടക്കം കുറേ ആയുർവേദം കാണിച്ചു, ഹോമിയോ കാണിച്ചു, പിന്നെ ഇടയ്ക്കൊന്ന് ഡ്രോപ്പ് ചെയ്ത് പിന്നെ ഹോമിയോ കണ്ടിന്യൂ ചെയ്തു. അവസാനം ഞാൻ മരുന്ന് കഴിച്ച് മടുത്തപ്പോൾ ഞാൻ ഉടമ്പടിയൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഇനി മരുന്ന് കഴിക്കാൻ പോകണില്ല, നീ മാറ്റി തരുവാണെങ്കിൽ അത് മാറിക്കോട്ടെ, നിനക്ക് മാറ്റി തരണമെന്നില്ലെങ്കിൽ അത് മാറണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. എന്നിട്ട് ഞാൻ എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും തേനും ഞാൻ ഉപയോഗിക്കുമായിരുന്നു. അടിവയറ്റിൽ ഞാൻ വിശുദ്ധ തൈലം വെച്ചിട്ട് എന്നും കുരിശ് വരയ്ക്കുമായിരുന്നു. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം, ഞങ്ങൾ നെൽകൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ നെൽകൃഷി തുടങ്ങിയ സമയത്ത് അമ്മ ഞാറൊക്കെ പാകുന്ന സമയത്ത് അമ്മ ഉടമ്പടി വിശുദ്ധ ഉപ്പിട്ടിട്ട് എല്ലാവരുടെയും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ കൊയ്ത്തിൻ്റെ സമയത്ത് ഞാൻ വീട്ടിലുണ്ട്. അപ്പോൾ കൊയ്ത്ത് തുടങ്ങുന്നത് തൊട്ടിട്ട് തീരണ വരെ ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാതാവ് ഉപ്പിട്ട് ഞാൻ അവിടെ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ മാതാവ് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് 3000 കിലോ ആണ് നെല്ല് കിട്ടിയെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഞങ്ങൾക്ക് 4000 കിലോ നെല്ല് മാതാവ് തന്ന് അനുഗ്രഹിച്ചു. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത് രോഗികളെ സന്ദർശിച്ച് കാണും,
ഞാനൊരു നേഴ്സാണ്. അപ്പം വയ്യാതെ കിടക്കുന്നവരെ കണ്ടിട്ട് അവർക്ക് കാനുല അഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീൻ ചെയ്ത് കൊടുക്കാനോ എനിമ വയ്ക്കാനോ അങ്ങനെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ട് ഓണത്തിൻ്റെ സമയത്ത് പൊതിച്ചോറുണ്ട് ഞാൻ അമ്മയും കൂടി ഉണ്ടാക്കി ഒരു ചേട്ടൻ്റെ കൊടുത്തുവിടുക. അപ്പോൾ ചേട്ടന് പൈസ കൊടുക്കും, അവർ മേടിച്ചു കൊടുക്കട്ടെ എന്നുള്ള രീതിയിൽ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട്. പത്രം ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ പ്രാവശ്യം പത്രം വന്ന് മേടിച്ചു. ഞാൻ തിരുവല്ലയിലുള്ള സ്റ്റാൻഡിലൊക്കെ കൊടുത്തു, നടന്നു ഞാൻ കൊടുത്തു. ആ സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാണ് കരയണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പത്രം കൊടുക്കുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ പത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാനിടുന്ന സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ദൈവവചനം പിന്നെ ധ്യാനത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാറ്റസ് ഇടും, പിള്ളേർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. ഞാൻ അങ്ങനെ ഇപ്പോൾ പള്ളിയിലാണെങ്കിൽ പോലും ഞാൻ ഫ്രണ്ടിലാണ് വന്ന് നിൽക്കണേ. ഇപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കൊയറിൽ കയറണമെന്ന്. അപ്പം ഞാൻ കൊയറിൽ കയറി. അതിന് മുന്നേ വരെ പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിൽ വന്ന് നിൽക്കും. കുഞ്ഞു പിള്ളേരൊക്കെ നിൽക്കുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കണം. ഞാൻ 24 വയസ്സുണ്ട് എനിക്ക്. അപ്പം ഞാൻ സാധാരണ ആ വയസ്സൊക്കെ എത്തുമ്പോൾ നമ്മൾ ബെഞ്ചിലൊക്കെ ആയി അല്ലെങ്കിൽ സൈഡിൽ മൂലയിലൊക്കെ ചെല്ലും. ഞാൻ കുഞ്ഞു പിള്ളേർക്ക് ഒരു മാതൃക കാണിച്ചു കൊടുക്കണമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഫ്രണ്ടിൽ പോയി നിൽക്കും. സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്നൊക്കെ ചൊല്ലുന്ന സമയത്ത് ഞാൻ കൈയൊക്കെ ഉയർത്തി പിടിച്ചിട്ട് ഞാൻ അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കും. ഇങ്ങനെ വേണം ചൊല്ലാൻ, ഇങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ, ഇങ്ങനെ വേണം പള്ളിയിൽ നിൽക്കാമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഇതാണ് മാതാവ് വഴി ഈശോ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും. അതിന് ഒരു കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. നന്ദി.